Hi friends, welcome back my channel. ഞാൻ എബിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രിവ്യൂ കണ്ട പോലെ എങ്ങനെ നമുക്കൊരു സ്റ്റാറ്റസ് വീഡിയോയിൽ CC ആഡ് ചെയ്ത് നമ്മുടെ Alightmotion ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു CC ആണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതേപോലെ CC HDR സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടാക്കാമെന്ന് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ ഒട്ടും വൈകിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ Alightmotion ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ കുറേയധികം റേഷ്യോസ് കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ വീഡിയോയ്ക്ക് പറ്റിയ റേഷ്യോ നമ്മൾ കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ 1:1 ആണ് കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്ത ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മളിവിടെ നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോ ഇവിടെ കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ താഴെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇമേജ് ആൻഡ് വീഡിയോ ഇപ്പോൾ VOളിൽ നമ്മുടെ വീഡിയോ എവിടെയാണ് ഉള്ളത് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇൻപുട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ വീഡിയോ ഇങ്ങോട്ട് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൽ സ്ക്രീൻ ആക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കുറച്ചിടാം. ഇപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ചെറിയ പ്രശ്നം വരുന്നത് ഞാനിപ്പോൾ കുറച്ചിടുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് റെക്റ്റാങ്കിൾ ആടിയിട്ട് നമ്മുടെ CC അപ്ലൈ ചെയ്യാം. നമുക്ക് അതിനായിട്ട് നമ്മളിവിടെ പ്ലസ് ആയിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ എടുക്കുക. ഇനി നമ്മൾ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഇനി നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫറിൽ വന്ന ശേഷം അത് മാക്സിമം ഒന്ന് സൂം ചെയ്തിടുക. ഓക്കെ, ഇനി നമുക്ക് ഈ റെക്റ്റാങ്കിളിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ട് എഫക്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് അതേഴ്സിൽ നമുക്ക് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ 0 തന്നെ ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ആ വീഡിയോ നമുക്കിവിടെ ഇപ്പോൾ കാണാൻ കഴിയും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്യണം. അതിനായിട്ട് എഫക്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കളർ ആൻഡ് ലൈറ്റിൽ എക്സ്പോഷൻ ഗാമ ക്ലിക്ക് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വാല്യൂസൊക്കെ മാറ്റി കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് പറ്റിയ വാല്യൂസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എക്സ്പോഷൻ ഒരു 9 കൊടുക്കുന്നത്, 0.9 കൊടുക്കുകയാണ്. നമ്മളൊരു ഗാമ മാക്സിമം ഒന്ന് കുറച്ച് ഇട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഔട്ട് സൈഡിൽ നമ്മൾ കുറച്ചൊരു ലൈറ്റ് വരാനായിട്ട് ഒരു 13 14 കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയും കൊടുക്കുക. ഇനി നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഈ വീഡിയോയുടെ എൻഡ് വരെ നമ്മൾ ഡ്യൂറേഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു റെക്റ്റാങ്കിൾ കൂടി ആഡ് ചെയ്യണം. അതിൻ്റെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു റെക്റ്റാങ്കിൾ കൂടി ആഡ് ചെയ്യുക. ഇത് ഫിൽ സ്ക്രീൻ ആക്കിയ ശേഷം നമ്മളിവിടെ ഇത് സൂം ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ കളർ നമുക്കൊരു ബ്ലാക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചൊരു 10 ആക്കി കൊടുക്കുക. 10. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തൊരു എഫക്റ്റ് ആഡ് ചെയ്യാണ്. അതിൻ്റെ എഫക്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒപ്പാസിറ്റി ആൻഡ് വിസിറ്റി കാണാൻ കഴിയും, അത് ക്ലിക്ക് ചെയ്ത ശേഷം ബ്ലിങ്ങിങ് കൊടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുത്ത ശേഷം ഇത് ഫുള്ളാക്കി കൊടുക്കുക. ഇപ്പോൾ ചെറിയൊരു ബ്ലിങ്ങിങ് എഫക്റ്റ് നമുക്ക് ബ്ലാക്ക് ഇങ്ങനെ കാണാൻ കഴിയും, അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ എഫക്റ്റ് കൊടുത്തത്. ഇതും എൻഡ് വരെ നമ്മൾ ഡ്യൂറേഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെറിയ കുറച്ച് പണിയേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു CC ആണിത്. ഇത് നിങ്ങൾക്കും ഈസിയായിട്ട് ട്രൈ ആവുന്നതാണ്. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ക്വാളിറ്റി കൊടുത്ത ശേഷം എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് CC അത് HDR വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ഇനിയും കിട്ടാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.